നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ കേരളത്തിലെയും കർണാടകയിലെയും 10ഓളം കേന്ദ്രങ്ങളിലാണ് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഇഡി ഒരേ സമയം പരിശോധന നടത്തിയത്. റെയ്ഡിന് പിന്നാലെ രാഷ്ട്രീയാരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുമ്പോഴും വിഷയത്തിൽ കടുത്ത മൗനം തുടരുകയാണ് കേരളത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഡൽഹിയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും മലപ്പുറം പാണക്കാടും വെച്ച് മാധ്യമപ്രവർത്തകർ പല തവണ ചോദ്യങ്ങൾ ആവർത്തിച്ചെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മുഖ്യമന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ മലബാർ സന്ദർശനമാണെന്നും പെരുന്നാൾ ദിനത്തിലെ സവിശേഷമായ സന്ദർശനമാണെന്നും മാത്രമായിരുന്നു പാണക്കാട് തറവാട്ടിലെത്തിയ അദ്ദേഹത്തിന്റെ മറുപടി. കൊച്ചിയിലെ ഇഡി ഓഫീസിന് നേരെ ഉണ്ടായേക്കാവുന്ന ആക്രമണ സാധ്യതകൾ കണക്കിലെടുത്ത് കൊച്ചി സിറ്റി പോലീസും CRPFും ചേർന്ന് ഓഫീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തുടർച്ചയായ മൗനത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നാണ് CPMന്റെ ആരോപണം. റെയ്ഡിന് പിന്നിൽ VD, ED, മോദി കൂട്ടുകെട്ടാണെന്നും പ്രതിപക്ഷം കടുത്ത ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി എന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി കൂട്ടുന്നതാണ്. വിവാദ വ്യവസായി ശശിധരൻ കർത്തയുടെ ഡയറിയിൽ PV, OC, RC, PK തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പേരുകൾ ഉള്ളതിനാലാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നതെന്നും വ്യാഖ്യാനങ്ങളുണ്ട്. വിഷയത്തിൽ പ്രതികരിച്ചാൽ അത് തങ്ങൾക്കും കൂടി കുരുക്കാകുമോ എന്ന ആശങ്കയും റെയ്ഡിന് പിന്നാലെ ഉണ്ടായ ആക്രമണങ്ങൾ തടയുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണവും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുമോ എന്ന ഭയവുമാണ് മുഖ്യമന്ത്രിയെ മൗനത്തിലേക്ക് നയിക്കുന്നത്. നിലവിലെ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾക്കെതിരെയും ഇതേ കേസിൽ ആരോപണമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെ റെയ്ഡ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ദേശീയ നേതാക്കൾ മുൻപ് പരസ്യമായി ചോദിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ വ്യക്തമാകുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണിതെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് നേരെ കോൺഗ്രസ് പിന്തുണയോടെ BJPയും കേന്ദ്ര ഏജൻസികളും നടത്തിയ കടന്നാക്രമണങ്ങൾക്ക് സമാനമാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ പകപോക്കലെന്ന് CPM സെക്രട്ടേറിയറ്റും വിലയിരുത്തി. ED നടപടിയെയും BJPയെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നും ഇത് രാജ്യത്തെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പരാതിപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ED റെയ്ഡ് നടത്തിയത് BJP കോൺഗ്രസ് അന്തർധാരയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നതെന്നും പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനുള്ള നീക്കമാണെന്നും വ്യക്തമാക്കി അദ്ദേഹം പിണറായി വിജയന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വി ഡി സതീശന്റെ മൗനം അത് നിസ്സാരമായി തള്ളേണ്ടതൊന്നല്ല. കാരണം നിരവധി കോൺഗ്രസ് പ്രമുഖരുടെ പേരും ഈ മാസപ്പടി കേസിൽ വിവാദത്തിൽ നിലനിൽക്കുന്നുണ്ട്. നാളെ അവർക്ക് നേരെയും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ED അന്വേഷണം വന്നേക്കാം. അത്തരമൊരു ഘട്ടത്തിൽ തൻ്റെ ഈ സമയത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വിനയായി മാറുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടോ എന്ന് പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച മുറുകുന്നുണ്ട്.